ഹലോ, ഇന്ന് ഭാരതി ലോണ്ടറി മെഷീൻ്റെ ഒരു ഹോസ്പിറ്റൽ ഇൻസ്റ്റലേഷനാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അതായത് പലതരം ഭാരതി ലോണ്ടറി മെഷീൻ്റെ വാഷിംഗ് മെഷീൻ, ഹൈഡ്രോ എക്സ്ട്രാക്ടർ, ടമ്പിൾ ഡ്രയർ, ഫ്ലാബർ പ്രസ് അങ്ങനത്തെ വിവിധതരം മെഷീൻസിൻ്റെ ഒരു റണ്ണിങ് യൂണിറ്റാണ് നിങ്ങളെ കാണിക്കാൻ പോയത്. ഒരു സെൻട്രൽ കേരളയിൽ വൈക്കത്തടുത്തുള്ളൊരു ഹോസ്പിറ്റലാണിത്. അപ്പോൾ നമുക്ക് കാണിച്ചു തരാം എങ്ങനെയുണ്ട്. വരും. ഇതൊരു ഏകദേശം ഒരു 1000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു യൂണിറ്റാണ്. ഇവിടെ വെച്ചിരിക്കുന്നത് 2 വാഷിംഗ് മെഷീനും 2 ഹൈഡ്രോ എക്സ്ട്രാക്ടറും ഒരു ടമ്പിൾ ഡ്രയർ, ഒരു പ്രസ്സിംഗ് മെഷീനുമാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ ഡേർട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ OT തുണി ജനറൽ തുണി തമ്മിൽ സെഗ്രിഗേറ്റ് ചെയ്യും. എന്നിട്ട് രണ്ടും ഒരു സോക്കിംഗ് ടാങ്കിലിട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ഈ സോക്കിംഗ് ടാങ്കിന് പകരമായിട്ട് അവിടെ സ്ലൂസിങ് മെഷീൻസ് ഉണ്ട്. സ്ലൂസിങ് മെഷീൻ തന്നെ ഒന്നുമില്ല, നമ്മൾ ബേസിക്കലി ഈ വരുന്ന തുണി ഒരു മെഷീനിലിട്ടിങ്ങനെ അജിറ്റേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് ഒന്നില്ലെങ്കിൽ നമുക്ക് വാഷിംഗ് മെഷീൻ്റെ അകത്തിട്ടിട്ട് നമുക്ക് സോക്ക് ചെയ്യാം, അല്ലെങ്കിൽ പുറത്തിട്ടിട്ട് നമുക്ക് സോക്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെ മെഷീൻസ് കാണിച്ചു തരാം. അവിടെ ഇതാണ് ലോണ്ടറി മെഷീനാണ്, വാഷിംഗ് മെഷീനാണ്. ഇത് ഏകദേശം ഒരു 60 kg കപ്പാസിറ്റിയാണ്. ഇത് നമുക്ക് വാഷ് ചെയ്യാനായിട്ടാണ്. ഒരു സൈക്കിൾ എന്ന് പറയുന്നത് ഏകദേശം ഒരു 20 മിനിറ്റാണ് ഒരു സൈക്കിൾ. ഇതിൻ്റെ ഈ വാഷിംഗ് മെഷീനിൽ ഒരു 20 മിനിറ്റ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഹൈഡ്രോ എക്സ്ട്രാക്റ്റിലേക്ക് ഇടുന്നത്. ഹൈഡ്രോ എക്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഹൈ സ്പീഡ് സ്പിന്നറാണ്. നമ്മളൊരു സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഏകദേശം 5 മിനിറ്റിലാണ് തുണി ഉണങ്ങി കിട്ടുന്നത്. ഇതുപോലത്തെ 2 യൂണിറ്റ്സ് ഉണ്ട്. ഒരു 2 60 kgയുടെയും 2 40 kgയുടെ മെഷീനാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ബേസിക്കലി ഇതൊരു വെറ്റ് ഏരിയ ആണ്. പിന്നെയുള്ള നമ്മൾ ഡ്രൈ ഏരിയ ആണ്. ഡ്രൈ ഏരിയ കാണിച്ചു തരാം. ഇത് ടമ്പിൾ ഡ്രയറാണ്. ഇതൊരു 50 kg കപ്പാസിറ്റിയാണ്. ടമ്പിൾ ഡ്രയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ എക്സ്ട്രാക്ട് ചെയ്ത തുണി ടമ്പിൾ ഡ്രയറിലിടുമ്പോൾ ഒരു 45 മിനിറ്റിൽ 90 ഡിഗ്രി ടെമ്പറേച്ചറിൽ 100% ഉണങ്ങി കിട്ടും. ഇത് കംപ്ലീറ്റ് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള പ്രോസസ്സാണ്. ഇതിനകത്ത് ഫുൾ ഹീറ്റേഴ്സും അതുപോലെ ബ്ലോവേഴ്സൊക്കെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഇതിന് പറയുന്നത് ഫ്ലാറ്റ് ബെഡ് പ്രസ് എന്ന് പറയും. അതായത് ബെഡ്ഷീറ്റ്സ്, അതായത് ഫ്ലാറ്റ് നേച്ചറായിട്ടുള്ള തുണികൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പ്രസ് ചെയ്യാനുള്ള മെഷീനാണിത്. ഇതിനൊരു സൈക്കിൾ എന്ന് പറഞ്ഞാൽ 20 സെക്കൻഡാണ്. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ സേഫ്റ്റി ഫീച്ചർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ മെഷീൻ റണ്ണിങ്ങിലാണെങ്കിൽ അവരിപ്പോൾ ഇതുപോലെ തുറന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും. അതേപോലെ തന്നെ ചൂടുവെള്ളത്തിനായിട്ടുള്ള പ്രൊവിഷൻ ഉണ്ട്. നമ്മൾ ഈ വാഷിംഗ് മെഷീനൊക്കെ ഹോട്ട് വാട്ടറിലാണ് വാഷ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ ഈ ചേച്ചി പ്രസ് ചെയ്യണത് കാണാൻ പറ്റും. അപ്പോൾ 2 രീതിയിൽ ചെയ്യാം. ചില സ്ഥലത്ത് 4 ബെഡ്ഷീറ്റ് 3 ബെഡ്ഷീറ്റാണ് വയ്ക്കുന്നത്. ഇവർ ഏകദേശം ഒരു 8 ബെഡ്ഷീറ്റ് വയ്ക്കുന്നത്. ഓരോ സ്ഥലത്തും ഡിഫറെൻറ്റ് പർപ്പസാണ് നമ്മൾ ചെയ്യുന്നതിൽ. ചൂടോടെ